ആളിറങ്ങണം, ആളിറങ്ങണം. വായി നോക്കിയിരിക്കാതെ വാ, ഇവിടെ ഇറങ്ങണം. ഇങ്ങോട്ടോ. നമ്മൾ ആദ്യമായിട്ട് കമലാസന്റെ നീ പടം കണ്ടിട്ടുണ്ടോ? ഒറ്റ കുത്തിയാൻ വെച്ചിട്ട് നടന്നേ. ഇങ്ങോട്ട് വരാൻ ആരാണ്? സ്വാമി വന്നില്ലേ? വന്നില്ല, ഇപ്പൊ വരും. ഇതാരാ ചേട്ടാ? ഇത് എന്റെ ഒരു കൂട്ടുകാരനാ. നീ പോയി 2 ചായ വാങ്ങിച്ചോണ്ടോ. ഇരിക്കേ. അതെ, ഈ സ്വാമി വന്നാൽ ഉടനെ നീ അങ്ങനെ കാലേ വീഴണം. അത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാലേ വീഴുക, കാല് വാരിയോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം നീ പറഞ്ഞോലെ. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ കാര്യം ഇന്ന് തന്നെ നീ സമയം എടുത്ത് പറയണം. വേണ്ട, പിന്നെ മതി. എന്താ ധൃതി? പിന്നെ ആ പയ്യനെ വിട്ട് തറയൊക്കെ ഒന്ന് തുടപ്പിക്കണം. കാലേ വീഴാൻ. നീ എന്റെ പണിയൂടെ കളയോടാ ഗോപി. നീയും കാല് പിടിച്ചാണ് സമയം എടുത്ത് ജോലി വാങ്ങിച്ചത്. കാല് പിടിക്കാതെ ജോലി ഇട്ടാനൊക്കെ വിഷമം. വേണമെങ്കിൽ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സ്വാമി. നീ എന്ത് കുന്തം? എടാ, ഇത് സ്വാമിയല്ല, ഇതാ ഇടവനക്കാട് ആശാ തിയേറ്ററിലെ അച്ചായനാണ്. ഓഹോ, കാൽക്കിഴ് വീണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ബെൽറ്റ് ബോംബും കൊണ്ടുവന്ന് എന്നെ കൊല്ലാനായിരിക്കും. നിങ്ങളെ കൊന്നിട്ട് സ്വാമിയാണെന്ന് തെറ്റിദ്ധരിച്ചതാ. ഇവിടെ മൈഡിയർ കുട്ടിച്ചാത്തനുണ്ടോ? മൈഡിയർ കുട്ടിച്ചാത്തനൊന്നുമില്ല, മൈഡിയർ റോസി ഉണ്ട്. കുട്ടിച്ചാത്തന അവിടെ ഒരിടത്തും കാണും. അപ്പൊ ഞാനങ്ങോട്ട് പോവാ. അയ്യോ അജയ, കുട്ടിച്ചാത്തനേക്കാൾ റോസിയാണ് നല്ല. വേണ്ടതേ, നീ എന്താ കാണിച്ചത്? എന്നാ നീ ഇനി പറഞ്ഞിട്ടേ ഞാൻ കാലി വീഴും. എന്താ പോരെ? കഴിഞ്ഞിട്ടേ കാലി വീഴും. ഏത് സമയത്ത്? പുതുവസന്തം. നമസ്കാരം. എന്താടോ സാംസൺ, ഏതായി നരകോന്ത്? നരകോന്തനല്ല, ഗോപിനാഥൻ മേനോൻ. എന്റെ ഒരു കൂട്ടുകാരനാ. എന്താ പ്രശ്നം? അയ്യോ, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ അയാളോട് പോകാൻ പറ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ അയാളോട് നിക്കണ്ടാന്ന് പറ. സ്വാമി, ഞങ്ങള് ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നതാ. ഓഹോ, അപ്പൊ തന്നെ പോലെ തന്നെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും അല്ലേ? അല്ല സ്വാമി, ഇവൻ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കും. സ്വാമി, ഇവനിവിടെ ഒരു ജോലി കൊടുക്കണം. ജോലിയ? ഇവിടെയുള്ള പടങ്ങളൊക്കെ തനിക്ക് അറിഞ്ഞൂടെ? ഒരാഴ്ച തികച്ചും കളിക്കണ ഏതെങ്കിലും പടം ഉണ്ടോ ഇവിടെ? ഇല്ല. അങ്ങനെ കഷ്ടപ്പാടുകളും നരകയാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവം സ്വാമിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ പുള്ളി സറ്റിട്ട് തെണ്ടി നടക്കണ ഒരു മാരണത്തിനെ കൊണ്ടുവരാൻ ഞാൻ തന്നോട് എന്ത് ദ്രോഹാടോ ചെയ്തത് സാംസാ? അല്ല സ്വാമി, റെപ്രസെന്റേറ്റീവ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ ഒന്ന് കയറി പറ്റിയാൽ മതി. ഞാൻ ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അരിമുല്ലയ്ക്കെന്തിന് രോമാഞ്ചം, നീർമാത്രം പൂത്ത പ്രേതഭൂമി, ആരടാ തെണ്ടി, മിണ്ടലട പട്ടി, അങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്വാമി, തൽക്കാലം എന്റെ കൂടെ പ്രാക്ടീസിന് വിട്ടിട്ട് ജോലിയൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം സ്വാമി സ്ഥിരമായിട്ട് ജോലി കൊടുത്താൽ മതി. അഭിനയിപ്പിച്ചാൽ മതി. അതെ സ്വാമി, പ്ലീസ്. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തന്റെ ജോലി ഇയാൾക്ക് കൊടുക്കാം. 2 റെപ്രസെന്റേറ്റീവുമാർക്കുള്ള ജോലി തൽക്കാലം ഇവിടെ ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത് സ്വാമി. വിവാഹപ്രായം എത്തി നിൽക്കുന്ന 7 സഹോദരന്മാർക്കും 6 സഹോദരന്മാർക്കും കൂടിയുള്ള ഏക സഹോദരനാണ് സ്വാമി ഇത്. അങ്ങനെയാണെങ്കിൽ താൻ ഇയാളെയും കൂട്ടിക്കോ. പക്ഷെ തന്റെ പാർട്ടിയിൽ 2 പേരുടെയും ചെലവ് കഴിഞ്ഞോളണം. മതി, ധാരാളം മതി. എന്താ പോരെ? അതെന്ത് ന്യായമാണ് സ്വാമി? അത് മതി സ്വാമി. താൻ എന്താ അത് മതി എന്ന് പറഞ്ഞത്? ഇവനൊരു ജോലി കിട്ടട്ടെ എന്ന് കരുതിയാ സ്വാമി. വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ നിനക്ക്? ദുരുദ്ദേശം? തിയേറ്ററുകാരുമായിട്ട് ഒത്തുചേർന്ന് എന്നെ പറ്റിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അന്ന് ഞാൻ നിന്റെ ചീട്ട് കീറും. അയ്യോ, അങ്ങനെയൊന്നുമില്ല സ്വാമി. നാളെ മുതൽ തെന്നിയിൽ ഇക്കിളി കൂട്ടും പെണ്ണ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. പെട്ടിയായിട്ട് ഇന്ന് എന്നെ പോയിക്കോ. ആദ്യത്തെ ഷോക്ക് എന്നെ ഇക്കിളി കൂട്ടണം. അതിനുള്ള ബിറ്റ് പെട്ടിയിലുണ്ട്. സൂക്ഷിച്ചു വേണം ഇക്കിളി കൂട്ടാൻ. പോലീസുകാർ പിടിച്ച തല്ലും കിട്ടും, കേസും ആവും. ബിറ്റ് പൊറിഞ്ഞ് ഇയാളുടെ അണ്ടർവെയറിന്റെ പോക്കറ്റിട്ടോളൂ. ആരും കാണണ്ട. ശരി സ്വാമി. പിന്നെ താൻ ശരിക്കും ജോലി നോക്കി പഠിക്കണം. മിടുക്കനായി വളരണം. 2 പേരും വേഗം പോയി ഇക്കിളി കൂട്ടിക്കോളൂ. എവിടെ? ഡെന്നിയല്. സരിത ഒന്ന് വേറെറിക്കാൻ പോലും പറ്റിയില്ല. അവള് കത്തുകൊണ്ടൊന്ന് ബസ് സ്റ്റോപ്പിലെ മരപ്പൊത്ത് വെക്കും. അതാ മരപ്പൊത്തിന്ന് എടുത്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ നിന്റെ അച്ഛൻ എഴുതിയാ മതി. പോറാ മരപ്പട്ടി. നീ ബിറ്റവിടെ വെച്ച്
ഡ്രോയറിലുണ്ട്. പറ്റിയ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നു. വേഗം ഇറങ്ങി. വണ്ടി വിടില്ലേട്ടാ, മോളിൽ നിന്ന് ഒരു സാധനം ഇറക്കണം. നീ കയറിയ പെട്ടി ഇറക്കി. ഒരു പോലീസുകാരൻ. കുഴപ്പമാവോ? എന്ത് കുഴപ്പം? അശ്ലീല ഫിലിമിന്റെ നീ കിടന്ന് വിളിച്ചു പോയി കുളവാക്കാതെ കയറി പെട്ടി ഇറക്കടാ. ചൂടാവല്ലേട്ടാ, ഇപ്പൊ തന്നെ ഇറക്കും. സൂക്ഷിച്ചിറക്ക്. നോക്കി ഞാൻ പിടിക്കാം. ഇവിടെ ഓട്ടോ ഒന്നും കിട്ടൂല. ഇതിപ്പോ എങ്ങനെ അവിടെ വരെ ഒന്ന് എത്തിക്കുക? 1.5 കിലോമീറ്റർ പോണം. ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. ഇത്രയും ദൂരോ? നീ ഇങ്ങോട്ട് പിടിച്ചെന്ന് ഞാൻ തലയിൽ വെച്ചോളാം. ഇക്കിളി കൂട്ടുമ്പോഴാണെന്ന് കരുതി കനത്തിനൊരു കുറവുമില്ല. നിന്നെ കൊണ്ട് പെട്ടി ഒമ്പിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇതുകൊണ്ട് രക്ഷപ്പെടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിക്കുന്നത്. മനസ്സിലായോ? എടാ, ഇതുപോലെ പെട്ടി ചുമന്നും പോസ്റ്റ് ഒട്ടിച്ചൊക്കെ നടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. എനിക്കോ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമാ നടനായി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഗജകേസരി യോഗം. ആ പടമാണ് ഇവിടെ അടുത്ത തിയേറ്ററിൽ നമുക്ക് ഓപ്പോസിഷൻ കളിക്കാൻ പോകുന്നത്. കളിയാക്കിയോ കളിയാക്കിയോ, കൃഷ്ണക്കണിയാർ എഴുതിയ ജാതകവാ. ഏതാ ഏട്ടാ പുതിയ പടം? ഇക്കിളിയൂട്ടും പെണ്ണ്. മമ്മൂട്ടി ഉണ്ടോ? മമ്മൂട്ടിയില്ല, കോടാലിയുണ്ട്. ഇക്കിളിയൂട്ടും പെണ്ണിലല്ലേ മമ്മൂട്ടി. അങ്ങനെ കേക്കണ്ട. ഒന്ന് പോ ചേട്ടാ. അതെ, സെക്കൻഡ് ഷോക്ക് വരായിരിക്കുന്നത്. നിന്റെ പുതിയ ലൈൻ വല്ലതും തന്നെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ പടമായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. സംഗതി പെശകൊല്ലാണ്. അയ്യോ പാവം, എന്നോട് വലിയ ഇഷ്ടമാ. ഞാൻ വിളിച്ച പെണ്ണ് എന്തിനും തയ്യാറാ. പക്ഷെ നമുക്കും ഇല്ലേ പെങ്ങന്മാര്? പിന്നെ പിന്നെ നമ്മുടെ തടിയും നമ്മൾ നോക്കണമല്ലോ അല്ലേ? തിയേറ്റർ എത്താറായില്ലേ? നല്ല കനം അല്ലേ? ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട. എന്തെങ്കിലും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബാല്യം മുതൽക്കേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നല്ലതാ. അതെ അതെ, തലയ്ക്കകത്തും പുറത്തും ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതാ. നടക്ക്. ഇതെല്ലാം കുറുക്കന്റെ സന്തതികളാ. ഒരു രൂപയും തരും 10 രൂപ കോലും പോവും. ചാവങ്ങള് വലിയ കഷ്ടമാണ് എന്തായാലും. എടാ, ആ പിച്ചൊന്നും കൂടെ എടുത്ത് ഒന്നിട്ട് കൊടുക്കട്ടെ. പിന്നെ കസാലിയൊക്കെ തല്ലി പൊളിച്ചു. ഏത് പിറ്റാ വേണ്ടത്? ആ തെലുങ്ക് നാടിയില്ലേ വിജയമോഹിനി, അവളുടെ കുളി. ഇത് അവളുടെ തന്നെ. കരാത്ത് പെട്ടെന്ന് റീല് കേട്ടണം. കരാത്ത് റീല് കേട്ടിട്ട് ഓടിച്ചിന്ന് വേളം വെച്ച് കേട്ടില്ലേ? വിജയമോഹിന്റെ അമ്മന്റെ കുളി. ജനങ്ങൾക്ക് കുളിയും മതി, ചോറ് വേണ്ട. കണ്ടോട്ടെ, പയർ നിറയും കണ്ടോട്ടെ. ഇത് പിടിയടാ. ഓ, എവിടെ ഇതിന്റെ ഓട്ടാ? എന്താ ഇവർ കുളിച്ചും കണ്ടാ പോരെ? എന്റെ തല എടാത്ത് സംഭവം മാറിപ്പോയി. ഇത് വിജയമോയുടെ കുളിശയിലല്ല, ഇത് കുമാരസമ്പത്തിന് മുറിച്ചെടുത്ത ബിറ്റാണ്. അയ്യോ, ആശാനെ ബിറ്റ് മാറിപ്പോയി. കഴിഞ്ഞ ഇതൊക്കെ നോക്കി തരണ്ട. ശാപമേ, നാട്ടുകാരുടെ തല്ലി ഞാൻ കൊള്ളുന്നു. ഓഫിയാണ് സ്വിച്ച്, സ്വിച്ച് ഓഫ്. അയ്യോ, നോക്കടാ, നമ്മുടെ ഓർഡിനൻസ് എത്ര ഡീസന്റുള്ള പാർട്ടീസാ നോക്ക്. ആവശ്യമുള്ളത് കിട്ടിയപ്പോ ഒരാൾക്കും ശാപങ്ങള്.